മീഡിയ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ലഭിക്കുന്നതാണ് ഈ സൈബർ അറ്റാക്സും കൂടി ലഭിക്കും. ജാൻമണിയും അത് പലതരത്തിൽ ബിഗ് ബോസ് ഷോയിൽ പോയതിന് ശേഷം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ സങ്കടം വരാറുണ്ടോ? അതെ, അതൊക്കെ കാണുമ്പം ഒബ്വിയസ്ലി സംടൈം ഐ ഫീൽ വെരി ഓക്വേർഡ് ബിക്കോസ് വെരി ഓക്വേർഡ്. കാരണം കുറേ ആൾക്കാർ ആ സൈബർ ബുള്ളിങ് പറയുന്നില്ല, നമുക്ക് കുറേ ടൈം ആ സൈബർ ബുള്ളിങ് ഉണ്ടാവും. പിന്നെ വിഷമം വരും. പക്ഷെ സംടൈം വിൽ തിങ്ക് ലൈക്ക് അങ്ങനെ ആൾക്കാർ ഇത് ഇപ്പോൾ പറയാൻ ഒരു കാര്യമില്ല. ബിക്കോസ് എല്ലാവർക്കും ഒരു സ്വന്തം അഭിപ്രായങ്ങളും ഉണ്ടോ. പിന്നെ എനിക്ക് പേഴ്സണലി അറിയാത്ത ആൾക്കാർ പിന്നെ എന്തൊക്കെ പറയാൻ എനിക്ക് സംടൈം എനിക്കറിയാം ആരാണ് സൈബർ ബുള്ളിങ് ചെയ്തിട്ട് ഇരിക്കുന്നത്, ആരാണ് എൻ്റെ വേണ്ടി എന്തൊക്കെ സംസാരിക്കുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളും എനിക്ക് എൻ്റെ ലൈക്ക് ഗുഡ് സൈഡ് എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. പറയാൻ വരികയായിരുന്നു, ഏറ്റവും കൂടുതൽ അറ്റാക്ക് കിട്ടിയിട്ടുള്ളത് ഈ മലയാളത്തിന്റെ പേരിലാണ്. പക്ഷെ ഈ ആളുകൾ ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്. അതായത് മലയാളി അല്ലാത്ത ഒരാള് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു, നമ്മുടെ സംസ്കാരത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, മലയാളം പറയാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ ജാൻമണി ശ്രമിക്കുന്നില്ലേ? അത് വലിയ കാര്യമല്ലേ? അതിനെ ആ തരത്തിൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അത് സങ്കടം തോന്നില്ലേ? സംടൈം എനിക്ക് വിഷമം വരും. കാരണം ഞാൻ പറഞ്ഞ് വിഷമത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ഇപ്പോൾ എനിക്ക് മലയാളം അറിയില്ല. ഇത് ഏതാ ജീവിയാണ്, ബംഗാളിയാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണ് പറഞ്ഞ ടൈമിൽ എനിക്ക് വളരെ കുറച്ച് ടൈം ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഏതാ ജീവിയാണ് പറഞ്ഞതിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ പോലെ ആൾക്കാർക്ക് ഈ ലോകത്തിൽ ഇല്ല. സോ നമുക്ക് മനസ്സിലാക്കണം ഞാൻ എന്താ പറയുന്നത്, ആ പറയുന്ന അർത്ഥങ്ങളും നമുക്ക് മനസ്സിലാവണം. പിന്നെ സൈബർ ബുള്ളിങ് ചെയ്യുന്നത് ഭയങ്കര ഈസിയാണ്. പക്ഷെ ആ ആളുടെ മെന്റൽ സിറ്റുവേഷൻ, ആ ആളെ എങ്ങനെ വിഷമം വാഴുമോ, പിന്നെ ഈ വീട്ടിലിരിച്ചിട്ട് ഒരു കമന്റ് പാസ് ചെയ്യുന്നത് ഭയങ്കര ഈസിയാണ്. പക്ഷെ ആ സഫറിങ് ചെയ്യുന്ന ഒരു ആൾക്ക്, ആ അനുഭവങ്ങളും ഉണ്ടാവുന്ന അനുഭവിക്കുന്ന ഒരു ആൾക്ക് നമുക്ക് ഒരു അങ്ങനെ ബുള്ളിങ് ചെയ്യുന്നത് നല്ല ആണോ? അറ്റ്ലീസ്റ്റ് പുറത്തേക്ക് ഒരു വന്നിട്ട് ഈ മലയാളികളുടെ കൂടെ ഞാനൊരു 15 വർഷമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നത്. സോ എനിക്ക് ഇതാണ് എൻ്റെ വീട്, എൻ്റെ നാട്ടുകാരി, എൻ്റെ ആൾക്കാരിയാണ്. എനിക്ക് ഒരു കിലോ കേരള വിട്ടിട്ട് ഈ മലയാളികൾക്ക് വിട്ടിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അത് സ്വപ്നത്തിലേ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ മെച്യൂർഡായി കേരളത്തിൽ വന്നിട്ട് എനിക്ക് അത്ര സ്നേഹം എൻ്റെ ഭക്ഷണം ആയിക്കോട്ടെ, നെയിം ആയിക്കോട്ടെ, ഫെയിം ആയിക്കോട്ടെ, പിന്നെ സ്നേഹം ആൻഡ് ജെന്വൻ ആയിട്ട് കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ജെന്വൻ ആയിട്ട് കുറേ സ്നേഹം കൊടുക്കുന്നുണ്ടോ. പിന്നെ എത്ര ആർട്ടിസ്റ്റ് എനിക്ക് ഒരു കിലോ ഒരു ദിവസം പോലെ ഒരു ട്രാൻസ്ജെൻഡർ ആണ്, ആ രീതിയിലേക്ക് ആരോ എൻ്റെ കൂടെ സംസാരിച്ചിട്ടില്ല. ഈവൻ ആ വീട്ടിൽ, ബിഗ് ബോസ് വീട്ടിൽ ഒരു വലിയ കാര്യമാണ്. കാരണം താമസിക്കുന്ന ടൈമിലേക്ക് ഒരു ജാൻമണി ഒരു ട്രാൻസ്ജെൻഡർ ആണ്, ആ അനുഭവമേ ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരും ഇങ്ങനെ സ്നേഹം ജാൻമണി ലൈക്ക് ഒരു പെണ്ണ് ആണ്, ആ രീതിയിലേക്കാണ് എപ്പോഴും എങ്ങനെ സംസാരിക്കുന്നത്. ദാറ്റ് ഈസ് ഐ തിങ്ക് ലൈക്ക് ബിഗ് എസീവ് ഫോർ അവർ കമ്മ്യൂണിറ്റി. നമ്മളെ ആൾക്കാർ പറഞ്ഞ ഇത് ട്രാൻസ്ജെൻഡർ ആണ്, ഇങ്ങനെയാണ്. പക്ഷെ നമുക്ക് അതൊരു നല്ല കാര്യമാണ്. കാരണം എല്ലാവർക്കും ഒരു ട്രാൻസ്ജെൻഡർ ആണ് അങ്ങനെ തോന്നിയിട്ടില്ല. സോ എല്ലാവരും ആ സ്നേഹം കൊടുക്കുന്നത്, ദാറ്റ് ഈസ് ഐ തിങ്ക് ഇറ്റ്സ് വെരി ബിഗ് തിങ്സ് ഫോർ മീ.